ഹലോ സ്റ്റുഡൻസ്, എല്ലാവർക്കും ഫിസിക്സ് ഫോർ പ്ലഷറിൻ്റെ പുതിയ ഒരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് +1 ഫിസിക്സിലെ മൂന്നാമത്തെ ചാപ്റ്ററായ മോഷൻ ഇൻ എ സ്ട്രൈറ്റ് ലൈൻ എന്നുള്ള ടോപ്പിക്കിനെ കുറിച്ചാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഈ ചാപ്റ്ററിലുള്ള ഡിഫറൻറ്റ് ഗ്രാഫുകളെ കുറിച്ചാണ്. ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് മോഷൻ. നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഗ്രാഫുകൾ കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിക്കുകയുണ്ടായി. പൊസിഷൻ ടൈം ഗ്രാഫ്, വെലോസിറ്റി ടൈം ഗ്രാഫ് ആൻഡ് ആക്സലറേഷൻ ടൈം ഗ്രാഫ്. ഈ ഗ്രാഫുകളൊക്കെ ഏതൊക്കെ സിറ്റുവേഷനിലാണെന്നുള്ള കാര്യം കൂടി പറയണ്ടായി. ഡിഫറെൻറ്റ് സ്റ്റേറ്റ്സ് ഓഫ് മോഷൻ, ദാറ്റ് ഈസ് വെൻ ദ ബോഡി ഈസ് അറ്റ് റെസ്റ്റ്, വെൻ ദ ബോഡി ഈസ് ഇൻ യൂണിഫോം മോഷൻ, വെൻ ദ ബോഡി ഈസ് യൂണിഫോം ആക്സലറേഷൻ. ഈ കേസിലൊക്കെ എങ്ങനെയാണ് ഈ ഗ്രാഫുകൾ വരയ്ക്കുന്നത് എന്നുള്ളതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വിശദമായിട്ട് പരിശോധിച്ചത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഈ ഗ്രാഫിനെ ബേസ് ചെയ്ത ഡിഫറെൻറ്റ് പ്രോബ്ലംസ് ആണ്. അപ്പോൾ ഗ്രാഫിൻ്റെ ഡിഫറെൻറ്റ് ഫ്യൂച്ചേഴ്സ് അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് ഓരോ പ്രോബ്ലംസ് നമ്മൾ ഗ്രാജുവലായിട്ട് മുന്നോട്ട് പോകുന്നത്. ഇത്തരം ഫ്യൂച്ചേഴ്സാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഷേപ്പ് ഓഫ് ദ ഗ്രാഫ്, ഗ്രാഫിൻ്റെ ഷേപ്പിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ഏതുതരം മോഷനാണെന്ന് പ്രഡിക്റ്റ് ചെയ്യാൻ കഴിയും. അതേപോലെ സ്ലോപ്പ് കൺസെപ്റ്റ്, നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സൂചിപ്പിച്ചാണ് എന്താണ് സ്ലോപ്പ് എന്നുള്ളത്. അതേപോലെ കോൺസെപ്റ്റ് ഓഫ് ഏരിയ, ഗ്രാഫിൻ്റെ അടിയിലുള്ള ഏരിയ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നമുക്ക് പ്രോബ്ലം ചെയ്യാം. ഡ്രോ ദി ഗ്രാഫ് ഫോർ ഡിഫറെൻറ്റ് സിറ്റുവേഷൻ വരുന്ന സമയത്ത് എങ്ങനെയാണ് നമ്മൾ ഗ്രാഫ് വരയ്ക്കുന്നത്. അതേപോലെ ഏരിയ ഓഫ് ദ ഗ്രാഫ്, ഗ്രാഫിൻ്റെ ഏരിയ. അപ്ലിക്കേഷൻ ഓഫ് ഇൻ്റഗ്രേഷൻ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എങ്ങനെയാണ് ഏരിയ ഓഫ് ദ ഗ്രാഫ് കണ്ടുപിടിക്കുന്നത്. നോൺ യൂണിഫോം ആക്സലേഷൻ എന്നുള്ള കേസിലാണ് നമ്മൾ ആ ഒരു കാര്യം ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പഠിച്ചു തുടങ്ങാം. ഷേപ്പ് ഓഫ് ഗ്രാഫ്, ഞാനിവിടെ വരച്ചിരിക്കുന്നത് 3 ഗ്രാഫുകളാണ്. ഇതെല്ലാം തന്നെ പൊസിഷൻ ടൈം ഗ്രാഫുകളാണ്, XT ഗ്രാഫുകളാണ്, അതായത് പൊസിഷൻ ടൈം ഗ്രാഫുകളാണ്. ഈ ഗ്രാഫുകളെ നോക്കിക്കൊണ്ട് നമുക്ക് ഏത് തരത്തിലുള്ള മോഷനാണെന്ന് കൃത്യമായിട്ട് പറയാൻ കഴിയും. ഈ ഗ്രാഫ് നോക്കൂ, ഈ തരത്തിലുള്ള ഒരു യു ഷേപ്പ് ആണ് കാണിച്ചിരിക്കുന്നത്. ഈ ഗ്രാഫിൽ നിന്ന് നമുക്ക് ഏത് തരം മോഷനാണെന്ന് പറയണമെങ്കിൽ ഇവിടെ തന്നെ സ്ലോപ്പ് എഴുതിയിരിക്കുന്നത് നെഗറ്റീവ് ആണ് ആദ്യം. അതായത് ഈ ഒരു പോർഷൻ, ഈ ഭാഗത്ത് നമ്മൾ ഇതിൻ്റെ സ്ലോപ്പ് എടുക്കുകയാണെങ്കിൽ നോക്കൂ, ഈ തരത്തിലാണ് വരിക. നമുക്കറിയാം ഇങ്ങനെ വരയ്ക്കുന്ന സമയത്ത് സ്ലോപ്പ് എന്ന് പറയുന്നത് ഇത്രയും ആംഗിൾ, അതായത് മോർ ദാൻ 90 ആണ് തീറ്റ. അപ്പോൾ അവിടുത്തെ സ്ലോപ്പ് എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിരിക്കും. നമുക്ക് ഈ ഒരു പോർഷനിൽ സ്ലോപ്പ് നോക്കാം. ഈ ഒരു പോർഷനിൽ സ്ലോപ്പ് വരുന്ന സമയത്ത് ഇറ്റ് ഈസ് പാരലൽ ടു എക്സ് ആക്സിസ്, ദാറ്റ് ഈസ് ഹിയർ ദർ ഈസ് നോ സ്ലോപ്പ്, സ്ലോപ്പ് ഈസ് 0. നമുക്ക് ഈ ഒരു പോർഷനിൽ നോക്കാം സ്ലോപ്പ്. ഈ ഒരു പോർഷനിൽ വരുന്ന സമയത്ത് സ്ലോപ്പ് എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ഇതിൻ്റെ ആംഗിൾ എന്ന് പറയുന്നത് തീറ്റ ഈസ് ലെസ് ദാൻ 90, സോ സ്ലോപ്പ് ഈസ് പോസിറ്റീവ്. അപ്പോൾ ഇവിടെ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പൊസിഷൻ ടൈം ഗ്രാഫിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് വെലോസിറ്റിയാണ്. വെലോസിറ്റി ഈസ് initially negative, then 0, then it become positive, that is velocity is increasing gradually. അതിനെയാണ് നമ്മളെന്ന് പറയുന്നത് പോസിറ്റീവ് ആക്സലറേഷൻ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ഗ്രാഫിലേക്ക് പോവാം. ഈ ഗ്രാഫിൻ്റെ ഷേപ്പ് നേരെ തിരിച്ചാണ്, ഇൻവേർട്ടഡ് ആയിട്ടാണ്. ഇവിടെ നമുക്ക് ഇതിൻ്റെ സ്ലോപ്പ് പരിശോധിക്കാം. ഈ തരത്തിൽ സ്ലോപ്പ് വരയ്ക്കുകയാണെങ്കിൽ നോക്കൂ, ആണ് സ്ലോപ്പ് വരിക ഇവിടെ. അപ്പോൾ ഇത് പോസിറ്റീവ് സ്ലോപ്പാണ്. ഈ തരത്തിൽ ഇവിടെ പാരലായി വരുന്ന സമയത്ത് ഇവിടെ 0 സ്ലോപ്പാണ് വരിക. അതേപോലെ ഇത്തരത്തിൽ വരയ്ക്കുന്ന സമയത്ത് ഇവിടെ വരുന്ന സ്ലോപ്പ് എന്ന് പറയുന്നത് നെഗറ്റീവ് സ്ലോപ്പായിരിക്കും. അപ്പോൾ ഇവിടെ വെലോസിറ്റി ഈസ് ഇനീഷ്യലി പോസിറ്റീവ്, then 0 and become negative, that is velocity is decreasing gradually, that is negative acceleration. ഓക്കെ, തേർഡ് ഗ്രാഫിൽ നോക്കാം. ഇതും ഒരു പൊസിഷൻ ടൈം ഗ്രാഫാണ്. ഒരു സ്ട്രൈറ്റ് ലൈൻ ആണ്, ഇൻക്ലൈൻ അറ്റ് ദി ടൈം ആക്സിസ്. ഇവിടുത്തെ സ്ലോപ്പ് നമുക്ക് കൃത്യമായിട്ട് അറിയാം, സ്ലോപ്പ് പോസിറ്റീവ് ആണ്. അതേസമയം സ്ലോപ്പ് കോൺസ്റ്റന്റ് ആണ്, അതായത് കർവ്ഡ് അല്ല, സ്ലോപ്പ് ഈസ് എ കോൺസ്റ്റന്റ്. അപ്പോൾ വെലോസിറ്റി പോസിറ്റീവ് ആണ്, കോൺസ്റ്റന്റ് ആണ്. വെലോസിറ്റി കോൺസ്റ്റന്റ് ആവുന്ന കേസിൽ നമുക്കറിയാം ദർ ഈസ് നോ ആക്സലറേഷൻ. അപ്പോൾ ഇത് നോ ആക്സലറേഷൻ എന്നുള്ളതാണ് ഈ ഗ്രാഫിൻ്റെ ഷേപ്പ് കണ്ടാൽ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഇത്തരത്തിൽ ഗ്രാഫുകളുടെ ഷേപ്പ് നോക്കിക്കൊണ്ട് തന്നെ ഏത് തരത്തിലുള്ള മോഷനാണ് നമുക്ക് കൃത്യമായിട്ട് പ്രഡിക്റ്റ് ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ് സൂചിപ്പിച്ചത്. ഇനി നമുക്ക് ഡിഫറൻറ്റ് VT ഗ്രാഫുകൾ, വെലോസിറ്റി ടൈം ഗ്രാഫുകളെ കുറിച്ച് നോക്കാം. ഇതെല്ലാം തന്നെ ഡിഫറൻറ്റ് VT ഗ്രാഫുകളാണ്. 4 ഗ്രാഫുകൾ വരച്ചിട്ടുണ്ട്. ഈ ഗ്രാഫിൻ്റെ ഷേപ്പിൽ നിന്ന് നമുക്ക് ഏത് തരത്തിലുള്ള മോഷനാണെന്ന് പറയാൻ കഴിയും. ആദ്യത്തെ നോക്കൂ, ദിസ് ഈസ് VT ഗ്രാഫ്. ദിസ് ഈസ് ദ ഇനീഷ്യൽ വെലോസിറ്റി, ദറ്റ് ഈസ് V0 ആൻഡ് V ഈസ് ദ ഫൈനൽ വെലോസിറ്റി. ടൈമിനനുസരിച്ച് വെലോസിറ്റി ഗ്രാജുവലി കൂടിക്കൊണ്ടിരിക്കുകയാണ്. V0 നിന്ന് V വരെ വെലോസിറ്റി ഗ്രാജുവലി കൂടുകയാണ്. അപ്പോൾ ഗ്രാഫിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് ഈ തരത്തിൽ കൂടുകയാണെന്ന് കാണിക്കാൻ സ്ട്രൈറ്റ് ലൈൻ ആയിരിക്കും, ഇൻക്ലൈൻഡ് ടു ടൈം ആക്സിസ്. ഇനി ഇതിൻ്റെ സ്ലോപ്പ് നമുക്ക് പരിശോധിക്കാം. സ്ലോപ്പ് എന്നുള്ളത് പോസിറ്റീവാണ്. ഇങ്ങനെ വരയ്ക്കുന്ന സമയത്ത് സ്ലോപ്പ് പോസിറ്റീവാണ്. അതേസമയം സ്ലോപ്പ് കോൺസ്റ്റന്റുമാണ്. അപ്പോൾ വെലോസിറ്റി പോസിറ്റീവും വെലോസിറ്റി കോൺസ്റ്റന്റും ആണെങ്കിൽ നമ്മൾ പറയാം അത് പോസിറ്റീവ് യൂണിഫോം ആക്സിലറേഷൻ ആണ്.
ക്ലിയർ ആയല്ലോ? രണ്ടാമത്തെ ഗ്രാഫിലേക്ക് വരാം. രണ്ടാമത്തെ ഗ്രാഫിൽ ഇനീഷ്യൽ വെലോസിറ്റി വി നോട്ടാണ്, ദെൻ ഫൈനൽ വെലോസിറ്റി വി, ആൻഡ് ഗ്രാഫിൻ്റെ ഷേപ്പ് എന്നുള്ളത് ഇങ്ങനെ ഈ തരത്തിലാണ്, ഇൻക്ലിനേഷൻ ഈ തരത്തിലാണ്. അപ്പോൾ നമുക്കറിയാം ഇവിടെ സ്ലോപ്പ് നെഗറ്റീവ് സ്ലോപ്പാണ്. നമ്മൾ മനസ്സിലാക്കിയതാണ് സ്ലോപ്പ് നെഗറ്റീവാണ്. സ്ലോപ്പ് നെഗറ്റീവാണ്, അതേസമയം കോൺസ്റ്റൻ്റ് ആണ്. എന്ന് പറഞ്ഞാൽ വെലോസിറ്റി നെഗറ്റീവാണ്, കോൺസ്റ്റൻറ്റുമാണ്. അപ്പോൾ അത് നെഗറ്റീവ് യൂണിഫോം ആക്സിലറേഷൻ ആണ്. നെഗറ്റീവ് യൂണിഫോം ആക്സിലറേഷൻ ആണ്. ഇത് പോസിറ്റീവ് യൂണിഫോം ആക്സിലറേഷൻ ആണ്. മൂന്നാമത്തെ ഗ്രാഫിൽ നോക്കൂ. മൂന്നാം ഗ്രാഫിൽ നമ്മൾ എടുത്തിരിക്കുന്നത് നെഗറ്റീവ് ആക്സിസിലാണ്. മൈനസ് വി നോട്ട് എന്നുള്ളത് ഇനീഷ്യൽ വെലോസിറ്റിയാണ്, മൈനസ് വി എന്നത് ഫൈനൽ വെലോസിറ്റിയാണ്. ദാറ്റ് ഈസ് സ്ലോപ്പ് ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. പക്ഷേ ഏത് ആക്സിസിലാണ്? നെഗറ്റീവ് ആക്സിസിലാണ് സ്ലോപ്പ് ഇൻക്രീസ് ചെയ്യുന്നത്. അപ്പോൾ വെലോസിറ്റി ഈസ് ഇൻക്രീസിങ് ഇൻ ദി നെഗറ്റീവ് ആക്സിസ്. അപ്പോൾ നമ്മൾ പറയും ഇറ്റ് ഈസ് നെഗറ്റീവ് യൂണിഫോം ആക്സിലറേഷൻ. നെഗറ്റീവ് യൂണിഫോം ആക്സിലറേഷൻ. നാലാമത്തെ ഗ്രാഫിൽ വരുമ്പോൾ നമ്മുടെ വി നോട്ട് എന്നുള്ളത് പോസിറ്റീവാണ്, ദെൻ വി എന്നുള്ളത് മൈനസ് ആണ്. ഈ തരത്തിലുള്ള ഗ്രാഫിന്റെ ഷേപ്പ്. ഇവിടെയും ഈ ഗ്രാഫിൽ നിന്ന് കൃത്യമായി അറിയാം സ്ലോപ്പ് നെഗറ്റീവാണ്. ഈ തരത്തിൽ വരയ്ക്കുമ്പോൾ സ്ലോപ്പിന്റെ വാല്യൂ എന്ന് പറയുന്നത് നെഗറ്റീവാണ്. സ്ലോപ്പ് നെഗറ്റീവാണ് എന്ന് പറയാം നെഗറ്റീവ് യൂണിഫോം ആക്സിലറേഷൻ വിത്ത് ഇനീഷ്യൽ വെലോസിറ്റി വി നോട്ട്. അപ്പോൾ ഈ വെലോസിറ്റി ടൈം ഗ്രാഫിൽ നോക്കിക്കൊണ്ടും നമുക്ക് ഏത് തരത്തിലുള്ള ആക്സലറേഷൻ ആണ്, യൂണിഫോം ആക്സലറേഷൻ ആണോ, നെഗറ്റീവ് യൂണിഫോം ആണോ, പോസിറ്റീവ് യൂണിഫോം ആണോ, അതേസമയം ആക്സലറേഷൻ ഇല്ലാത്ത കേസാണെന്നൊക്കെ നമുക്ക് കൃത്യമായിട്ട് പറയാൻ കഴിയും. ഇനി നമുക്ക് വേറൊരു വെലോസിറ്റി ടൈം ഗ്രാഫ് നോക്കാം. ഈ ഗ്രാഫിനെ ബേസ് ചെയ്ത് വാട്ട് ഈസ് ദ ടൈപ്പ് ഓഫ് മോഷൻ ഓഫ് എ ബോഡി ഇൻ ദി ഫോളോയിങ് ടൈം ഇന്റർവൽ. ഇങ്ങനെ ഒരു വെലോസിറ്റി ടൈം ഗ്രാഫ് കൊടുത്തിരിക്കുകയാണ്. ടൈം 10, 20, 30 മാർക്ക് ചെയ്തിട്ടുണ്ട് എക്സ് ആക്സിസിൽ. വെലോസിറ്റി 10, 20 തരത്തിൽ വൈ ആക്സിസിലും മാർക്ക് ചെയ്തിട്ടുണ്ട് മീറ്റർ പെർ സെക്കൻഡ്. വെലോസിറ്റി ഇസ് ഇൻ മീറ്റർ പെർ സെക്കൻഡ് ആൻഡ് ടൈം ഈസ് ഇൻ സെക്കൻഡ്. ചോദ്യം 0 മുതൽ t=0 ടു t=10 സെക്കൻഡ് വരെ വാട്ട് ടൈപ്പ് ഓഫ് മോഷനാണ്, ദെൻ 10 to 20 ഏതാണ്, 20 to 30 ഏതാണ്. നമുക്ക് ഇവിടെ വെലോസിറ്റി ടൈം ഗ്രാഫിൻ്റെ സ്ലോപ്പ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഏത് തരത്തിലുള്ള മോഷനാണെന്ന് അറിയാൻ പറ്റും. നോക്കിക്കോളൂ, എ എന്നുള്ള സെക്ഷനിൽ ഒ എ എന്നുള്ള 0 മുതൽ 10 വരെ എന്ന് പറഞ്ഞാൽ ഈ റീജിയനാണ് വരുന്നത്. സോ O to A. ഈ ഭാഗത്ത് നമുക്കറിയാം സ്ലോപ്പ് എന്നുള്ളത് പോസിറ്റീവ് സ്ലോപ്പാണ്. സ്ലോപ്പ് ഈസ് പോസിറ്റീവ്. സ്ലോപ്പ് പോസിറ്റീവായ വെലോസിറ്റി പോസിറ്റീവ് ആയതുകൊണ്ട് നമ്മൾ പറയാം വെലോസിറ്റി ഈസ് ഇൻക്രീസിങ്, സോ ഇറ്റ് ഈസ് യൂണിഫോം ആക്സിലറേഷൻ. യൂണിഫോം ആക്സിലറേഷൻ. രണ്ടാമത്തെ കേസ് എ മുതൽ ബി വരെയുള്ള റീജിയൻ എന്ന് പറഞ്ഞാൽ 10 to 20 ആ ഭാഗത്ത് ദർ ഈസ് നോ സ്ലോപ്പ്. അതായത് ദ ലൈൻ ഈസ് പാരലൽ ടു ടൈം ആക്സിസ്, സോ ദർ ഈസ് നോ സ്ലോപ്പ്. സ്ലോപ്പ് ഈസ് 0. സ്ലോപ്പ് 0 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വെലോസിറ്റി 0ആണ്. വെലോസിറ്റി 0 പറഞ്ഞാൽ എന്താ, ദർ ഈസ് നോ ആക്സിലറേഷൻ. അല്ലെങ്കിൽ എങ്ങനെ പറയാം, ഇറ്റ് ഈസ് ദ ബോഡി ഈസ് ഇൻ യൂണിഫോം മോഷൻ. ബോഡി ഈസ് ഇൻ യൂണിഫോം മോഷൻ. മൂന്നാമത്തെ ഇന്റർവെല്ലിൽ 20 to 30 ആവുന്ന സമയത്ത് നമുക്കറിയാം സ്ലോപ്പ് എന്നുള്ളത് നെഗറ്റീവ് സ്ലോപ്പാണ്. ഈ തരത്തിലുള്ള ലൈനാണെങ്കിൽ സ്ലോപ്പ് നെഗറ്റീവ് ആണ്. നെഗറ്റീവ് സ്ലോപ്പാണ് നമ്മൾ പറയും നെഗറ്റീവ് യൂണിഫോം ആക്സലറേഷൻ അല്ലെങ്കിൽ യൂണിഫോം റിട്ടാർഡേഷൻ ഓർ യൂണിഫോം ഡിസലറേഷൻ. അപ്പോൾ ഇങ്ങനെയൊക്കെ തന്നെ നമുക്ക് ഗ്രാഫിൻ്റെ ഷേപ്പിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഏത് ടൈപ്പ് ഓഫ് മോഷൻ ആണെന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് പറയാൻ കഴിയും. അടുത്തതായിട്ട് ഗ്രാഫിൻ്റെ രണ്ടാമത്തെ ഫ്യൂച്ചറാണ് സ്ലോപ്പ് കൺസെപ്റ്റ്. നമ്മൾ പറഞ്ഞു അപ്പോൾ സ്ലോപ്പ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ മനസ്സിലാക്കിയതാണ്. സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ടാൻ തീറ്റയാണ്. ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം, വേറെ തരത്തിൽ നമുക്ക് എങ്ങനെ എഴുതാം, കോർഡിനേറ്റ്സ് വരികയാണെങ്കിൽ y2 - y1 / x2 - x1 നമുക്കറിയാവുന്ന കാര്യമാണ്. പിന്നെ നമ്മൾ പഠിച്ച വേറൊരു പോയിന്റ് സ്ലോപ്പ് ഓഫ് XT ഗ്രാഫ്. XT ഗ്രാഫിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് വെലോസിറ്റി തരും. അത് പൊസിഷൻ ടൈം ഗ്രാഫിൻ്റെ സ്ലോപ്പ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് വെലോസിറ്റി ആയിരിക്കും. സ്ലോപ്പ് ഓഫ് വെലോസിറ്റി ടൈം ഗ്രാഫ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ആക്സിലറേഷൻ ആയിരിക്കും. ഈ കോൺസെപ്റ്റിനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് രണ്ട് പ്രോബ്ലം നോക്കാം. ഒന്നാമത്തെ ഫൈൻഡ് ദി വെലോസിറ്റി ഓഫ് ദി ബോഡി ബേസ്ഡ് ഓൺ ദിസ് ഗ്രാഫ് ആൻഡ് രണ്ടാമത്തെ ഈ തരത്തിലൊരു ഗ്രാഫ്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ഗ്രാഫ് നോക്കാം. ഇത് ഒരു പൊസിഷൻ ടൈം ഗ്രാഫാണ്. ഈ ഗ്രാഫിൻ്റെ ലൈനിനെ ബേസ് ചെയ്ത് ഒരു ആംഗിൾ തന്നിട്ട് 60 ഡിഗ്രി, ദാറ്റ് ഈസ് തീറ്റ ഈസ് ഗിവൺ. നമുക്കറിയാം വെലോസിറ്റി എന്ന് പറയുന്നത് സ്ലോപ്പാണ് അല്ലേ, വെലോസിറ്റി പറഞ്ഞാൽ സ്ലോപ്പാണ്. സ്ലോപ്പ് ഈസ് ഈക്വൽ ടു ടാൻ തീറ്റ. തീറ്റ ഈസ് ഗിവൺ, വളരെ എളുപ്പമാണ്, ടാൻ 60. ടാൻ 60 പറഞ്ഞാൽ √3 മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ തീറ്റ തന്നു കഴിഞ്ഞാൽ പൊസിഷൻ ടൈം ഗ്രാഫിൽ നിന്ന് തീറ്റ അറിയാമെങ്കിൽ ടാൻ തീറ്റ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വെലോസിറ്റി വളരെ ഈസി ആയിട്ട് കാണാൻ കഴിയും. രണ്ടാമത്തെ ഗ്രാഫ് നോക്കൂ. ഈ തരത്തിലാണ് ഗ്രാഫ്. OABC എന്നുള്ള ഈ തരത്തിലുള്ള ഒരു ഷേപ്പുള്ള ഗ്രാഫാണ്. പൊസിഷൻ ടൈം ഗ്രാഫ് തന്നെയാണ്. അപ്പോൾ നമുക്കിവിടെ 3 റീജിയനായിട്ട് ഇതിനെ കൺസിഡർ ചെയ്യേണ്ടി വരും. അതായത് O മുതൽ A വരെയുള്ള സ്ലോപ്പ് പോസിറ്റീവാണ്, A to B സ്ലോപ്പ് 0 ആണ്, B to C സ്ലോപ്പ് നെഗറ്റീവാണ്. അപ്പോൾ ഈ 3 കേസിലുമുള്ള സ്ലോപ്പിൻ്റെ സൈൻ വ്യത്യാസമായതുകൊണ്ട് നമുക്ക് അതിൻ്റെയൊക്കെ വെലോസിറ്റിയും വ്യത്യാസമാകും. അപ്പോൾ എലോങ് OA എന്നുള്ള ഭാഗം എടുക്കുക. O മുതൽ A വരെയുള്ള ഭാഗത്ത്
സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം y2 മൈനസ് y1 ബൈ x2 മൈനസ് x1. ഞാൻ ഇവിടെ കോർഡിനേറ്റ്സ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇത് ഒറിജിൻ ആണ് 0 0. ഇവിടെ 4 സെക്കൻഡ് ആണ്. അപ്പോൾ ഇത് ഡിസ്റ്റൻസ് x1 എന്നുള്ള ഡിസ്റ്റൻസ് 4 ആണ്, ഈ ഡിസ്റ്റൻസ് 10 ആണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കോർഡിനേറ്റ്സ് എഴുതാം 4 10. ഇവിടെ ഇത് 10 സെക്കൻഡ് ആണ്, ഇതും 10 ആണ്. അപ്പോൾ ബിയുടെ കോർഡിനേറ്റ്സ് എഴുതാം 10 10 10 10. പിന്നെ സി എന്നുള്ള പോയിന്റ് ഇവിടെ 12 ആണ്, 12 ആണ്. ഇനി y കോർഡിനേറ്റ് 0 ആണ്, അപ്പോൾ 12 0 ആയിരുന്നു ഇവിടുത്തെ ഇതിൻ്റെ കോർഡിനേറ്റ്സ്. ഇനി നമുക്ക് ചെയ്ത് നോക്കാം. സ്ലോപ്പ് ഈസ് ഈക്വൽ ടു y2 മൈനസ് y1 ബൈ x2 മൈനസ് x1. അപ്പോൾ y2 എന്ന് പറയുന്നത് ഇവിടെ 10 ആണ്, y1 എന്ന് പറയുന്നത് 0 ആണ്, x2 എന്ന് പറയുന്നത് 4 ആണ്, x1 എന്ന് പറയുന്നത് 0 ആണ്. അപ്പോൾ എന്ത് വരും? 10 മൈനസ് 0 ബൈ 4 മൈനസ് 0, ദാറ്റ് ഈസ് 10/4. 10/4 എന്ന് വരും. 10/4 എന്ന് പറഞ്ഞാൽ 2.5 മീറ്റർ പെർ സെക്കൻഡ്. 2.5 മീറ്റർ പെർ സെക്കൻഡ് അതായിരിക്കും അവിടുത്തെ വെലോസിറ്റി. ഇനി എലോങ് എ ബി നോക്കാം. എ ബി എന്നുള്ള ഈ റീജിയനാണ്. ഇവിടുത്തെ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇത് സ്ട്രൈറ്റ് ലൈൻ ആണ്, അല്ലെങ്കിൽ സ്ലോപ്പ് എടുത്തു കഴിഞ്ഞാൽ തന്നെ y2 മൈനസ് y എന്ന് പറയുമ്പോൾ ഇവിടെ y2 എന്നുള്ളത് 10 ആണ്, y1 എന്ന് പറയുന്നത് 10 ആണ്. അപ്പോൾ അവിടെ സ്ലോപ്പ് എന്തായി മാറും? y2 മൈനസ് വരുന്ന സമയത്ത് സ്ലോപ്പ് അവിടെ 0 ആയി പോവും. സ്ലോപ്പ് ഈസ് 0, സോ വെലോസിറ്റി ഈസ് 0. ദെൻ തേർഡ് കേസ് ബി ടു സി. ബി ടു സിയിൽ വരുന്ന സമയത്ത് ടൈം പോകുന്നതനുസരിച്ച് 10 സെക്കൻഡ് മുതൽ 12 സെക്കൻഡ് ആകുമ്പോഴേക്കും പൊസിഷൻ എന്തായി മാറി? 10 10 എന്നുള്ളത് നേരെ 12 0 എന്നുള്ളതായി മാറി. അപ്പോൾ അവിടുത്തെ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ ഇതേപോലെ y2 മൈനസ് y1 ബൈ x2 മൈനസ് x1. ഇവിടുത്തെ y2 എന്ന് പറഞ്ഞാൽ ഏതാ വരിക? ടൈം പോകുന്നതനുസരിച്ച് ഇവിടുന്ന് ഇങ്ങോട്ടാണ് പോകുന്നത്. അപ്പോൾ ഇവിടുത്തെ y2 നമ്മൾ എടുക്കേണ്ടത് 0 ആണ്, y1 എന്ന് പറയുന്നത് 10 ആണ് എടുക്കേണ്ടത്. അപ്പോൾ 0 മൈനസ് 10 ഡിവൈഡഡ് ബൈ x2. x2 is 12. 12 minus 10. 12 minus 10. That become minus 10 by 2. That is minus 10 by 2. That is minus 10 by 2. Minus 10 by 2 become minus 5 meter per second. Minus 5 meter per second. അപ്പോൾ ഈ ഒരു OA എന്നുള്ള റീജിയനിൽ ഇവിടുത്തെ വെലോസിറ്റി കിട്ടിയത് 2.5 meter per second ആണ്. Here there is no velocity because in the case of position diagram this line is parallel to x-axis, so position is not changing. അപ്പോൾ velocity is 0. Then here the slope is negative, so we got the value as minus 5 meter per second. അപ്പോൾ ഇങ്ങനെ സ്ലോപ്പിനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് ഇത്തരത്തിൽ പ്രോബ്ലംസ് ക്ലിയർ ആയിട്ട് ചെയ്യാം. തീറ്റ എന്ന് കഴിഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് സ്ലോപ്പ് ടാൻ തീറ്റ കണ്ടുപിടിക്കാം. അതെല്ലാം കോർഡിനേറ്റ്സ് ആയി തരികയാണെങ്കിൽ നമുക്ക് ഈ കേസ് ഉപയോഗപ്പെടുത്തിക്കൊണ്ടും സ്ലോപ്പ് കൃത്യമായിട്ട് കാണാൻ കഴിയും. ഇനി അടുത്ത കോൺസെപ്റ്റാണ് കോൺസെപ്റ്റ് ഓഫ് ഏരിയ. ഞാനിവിടെ വരച്ചിരിക്കുന്നത് ഒരു എയും ബിയും ഒരു പാരാമീറ്റേഴ്സിൻ്റെ ഇടയ്ക്കുള്ള ഒരു ഗ്രാഫാണ് വരച്ചിരിക്കുന്നത്. അതായത് എ എന്നുള്ള പാരാമീറ്റർ y ആക്സിസിലും ബി എന്നുള്ള പാരാമീറ്റർ x ആക്സിലുമാണ്. ഈ തരത്തിലുള്ള ഒരു ഗ്രാഫാണ് കിട്ടിയിരിക്കുന്നത്. നമ്മൾ ഈ ഷെയ്ഡർ റീജിയൻ ഈ റീജിയൻ ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. ആ ഷെയ്ഡർ റീജിയൻ്റെ ഏരിയ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ഡിഫറെൻറ്റ് ക്വാണ്ടിറ്റീസ് ആയിരിക്കും. അത് എങ്ങനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് വെച്ചാൽ ഇവിടെ എടുത്തിരിക്കുന്ന y ആക്സിൽ എടുക്കുന്ന ക്വാണ്ടിറ്റി ഏതാണ്, പാരാമീറ്റർ ഏതാണ്, അതുപോലെ x ആക്സിൽ എടുക്കുന്ന പാരാമീറ്റർ ഏതിനെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും അതിൻ്റെ ഏരിയ കിട്ടുകഴിഞ്ഞാൽ നമുക്ക് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ക്വാണ്ടിറ്റി ഏതാണെന്ന് മനസ്സിലാക്കാം. ഫോർ എക്സാമ്പിൾ നമ്മളൊരു VT ഗ്രാഫാണ് വരയ്ക്കുന്നെങ്കിൽ, വെലോസിറ്റി ടൈം ഗ്രാഫാണ് വരച്ചിരിക്കുന്നതെങ്കിൽ ആ വെലോസിറ്റി ടൈം ഗ്രാഫിൻ്റെ വെലോസിറ്റി ഇൻറ്റു ടൈം എന്നുള്ള ആ ഒരു ക്വാണ്ടിറ്റി കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഡിസ്പ്ലേസ്മെൻ്റ് ആയിരിക്കും. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചാണ് ദ ഏരിയ അണ്ടർ ദി വെലോസിറ്റി ടൈം ഗ്രാഫ് ഗീവ്സ് ദി ഡിസ്പ്ലേസ്മെൻറ്റ്. ഇനി നമ്മൾ AT ഗ്രാഫാണ് വരച്ചിരിക്കുന്നത്, അതായത് ആക്സലേഷൻ എലോങ് y ആക്സിസും ടൈം എലോങ് x ആക്സിസാണ് വരച്ചിരിക്കുന്നത്. നമുക്ക് കിട്ടുന്നത് അതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ വെലോസിറ്റി ആയിരിക്കും. അതങ്ങനെ കിട്ടുന്നത് നമുക്കറിയാം ആക്സലേഷൻ ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം ഇൻ്റർവൽ. ഇനീഷ്യൽ വെലോസിറ്റി നമ്മൾ എടുത്തിരിക്കുന്നത് V0 ആണ്, ഫൈനൽ വെലോസിറ്റി V ആണ്. സോ വാട്ട് ഈസ് ചേഞ്ച് ഇൻ വെലോസിറ്റി? V മൈനസ് V0 ബൈ ടൈം ഇൻ്റർവൽ 0 മുതൽ t വരെയാണ്. അപ്പോൾ t മൈനസ് 0. സോ A ഈസ് ഈക്വൽ ടു V മൈനസ് V0 ബൈ t ഓർ A ഇൻറ്റു ടി. നമുക്ക് അതായത് ഏരിയ എന്ന് പറഞ്ഞാൽ ഈ ആക്സലേഷൻ എന്ന് പറയുന്നത് y ആക്സിൽ എടുക്കുന്ന ആ ക്വാണ്ടിറ്റിയും ടൈം എന്നുള്ളത് x ആക്സിൽ എടുക്കുന്നത്. അപ്പോൾ A ഇൻറ്റു ടി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് V മൈനസ് V0 ആണ്, ഓർ V മൈനസ് V0. അതിനെ നമ്മൾ അറിയാത്ത ചേഞ്ച് ഇൻ വെലോസിറ്റി. അപ്പോൾ നമുക്ക് ഏരിയ അണ്ടർ VT ഗ്രാഫ് വിൽ ഗീവ് യു ഡിസ്പ്ലേസ്മെൻറ്റ്, ഏരിയ അണ്ടർ AT ഗ്രാഫ് വിൽ ഗീവ് യു ചേഞ്ച് ഇൻ വെലോസിറ്റി. ഇനി നമുക്ക് ഈ പ്രിൻസിപ്പിൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമുക്ക് എങ്ങനെ പ്രോബ്ലം ചെയ്യാന്നുള്ളത് നോക്കാം. നമുക്ക് പ്രോബ്ലം എങ്ങനെയാണെന്ന് നോക്കാം. ഫൈൻഡ് ദി ആവറേജ് സ്പീഡ് ആൻഡ് ആവറേജ് വെലോസിറ്റി ഫോർ ഇൻ്റർവൽ ഫ്രം t is equal to 0 to t is equal to 5 സെക്കൻഡ്. വെലോസിറ്റി ടൈം ഗ്രാഫാണ് തന്നിരിക്കുന്നത്.
ഗ്രാഫ് ഈ തരത്തിലാണ് ഇങ്ങനെ പോകുന്നു 0 മുതൽ 2 വരെ. ദെൻ എക്സ് നെഗറ്റീവ് y ആക്സിൽ വന്നിട്ട് അവസാനം 5 സെക്കൻഡിൽ നിൽക്കുന്ന തരത്തിലാണ് ഗ്രാഫിൻ്റെ ഷേപ്പ്. നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ആവറേജ് സ്പീഡും ആവറേജ് വെലോസിറ്റിയുമാണ്. ആവറേജ് സ്പീഡ് നമ്മളറിയാം, പഠിച്ചിട്ട് ആവറേജ് സ്പീഡ് ഈസ് ഈക്വൽ ടു ടോട്ടൽ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം ടേക്കൺ അല്ലേ, ടോട്ടൽ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം ടേക്കൺ. അപ്പോൾ നമുക്ക് ഈ വെലോസിറ്റി ടൈം ഗ്രാഫിൻ്റെ ഏരിയ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഡിസ്പ്ലേസ്മെൻറ്റ് കിട്ടും. നമ്മളിത് സ്പീഡും ടൈമാണ് എടുത്തെങ്കിൽ സ്പീഡ് ടൈം ഗ്രാഫിൻ്റെ ഏരിയ ആണ് കാണുന്നതെങ്കിൽ നമുക്ക് കിട്ടുന്നതിൻ്റെ ഡിസ്റ്റൻസ് ആയിരിക്കും. അപ്പോൾ നമുക്കിവിടെ വേണ്ടത് ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ ടോട്ടൽ ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു ഏരിയ, ഈ റീജിയൻ്റെ ഏരിയ കണ്ടുപിടിക്കണം. അപ്പോൾ ഏരിയ കാണുമ്പോൾ നമ്മൾ സ്പീഡാണ് എടുക്കുന്നതെങ്കിൽ ഡിസ്റ്റൻസ് ആണ് എടുക്കുന്നതെങ്കിൽ അവിടെ ഏരിയ എന്ന് പറയുന്നത് എക്സ് ആക്സിന് മുകളിലുള്ള ഏരിയ പോസിറ്റീവായി എടുക്കുന്നു, നെഗറ്റീവ് ഭാഗത്തുള്ള ഈ ഏരിയയും പോസിറ്റീവായിട്ട് തന്നെ എടുക്കുന്നു. അതേസമയം ഡിസ്പ്ലേസ്മെൻ്റ് ആണ് കാണുന്നതെങ്കിൽ വെലോസിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടി ടോട്ടൽ ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. ആ കേസിൽ നമ്മൾ ഈ ഭാഗത്തെ ഏരിയ പോസിറ്റീവായിട്ടും എക്സ് ആക്സിൻ്റെ താഴെയുള്ള ഏരിയ നെഗറ്റീവായിട്ട് എടുക്കുന്നു. ഇത് മാത്രമേ വ്യത്യാസമുള്ളൂ, സൈനിന് മാത്രമേ വ്യത്യാസമുള്ളൂ, മാഗ്നിറ്റ്യൂഡ് എല്ലാം സെയിം ആയിരിക്കും. അപ്പോൾ നോക്കാം നമുക്ക്. ടോട്ടൽ ഡിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു ഏരിയ, ഈ ഏരിയ കണ്ടുപിടിക്കണം. അതായത് നമുക്കിതിനെ ഒരു വലിയ ട്രയാങ്കിളാണ്, നമുക്ക് രണ്ട് ചെറിയ ട്രയാങ്കിൾ ആക്കാം. അപ്പോൾ കുറച്ച് ഏരിയ കാണാൻ എളുപ്പമാണ്. അതായത് ഈ ഒരു റീജിയൻ, അപ്പോൾ അതൊരു ട്രയാങ്കിളിൻ്റെ ഏരിയ പറഞ്ഞാൽ നമുക്കറിയാം ഹാഫ് BH ആണ്. സോ ഹാഫ് ഇൻറ്റു ബേസ് എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു ഹൈറ്റ് പറഞ്ഞാൽ 20, ഹാഫ് ഇൻറ്റു 2 ഇൻറ്റു 20 ഈ ഭാഗത്ത് കഴിഞ്ഞു. ഇനി ഈ ഏരിയ ദാറ്റ് ഈസ് ഹാഫ് ഇൻറ്റു ബേസ് 2 ഇൻറ്റു ദെൻ 20. നമുക്ക് വേണമെങ്കിൽ ഡയറക്റ്റായിട്ട് ഒന്നിച്ച് ഏരിയ കണ്ടുപിടിക്കാം, ഇങ്ങനെയും കണ്ടുപിടിക്കാം. പ്ലസ് മൂന്നാമത്തെന്ന് പറയുന്നത് ഈ ട്രയാങ്കിളാണ്. ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ എന്ന് പറയുന്നത് ഹാഫ് ഇൻറ്റു ദെൻ ബേസ് പറഞ്ഞാൽ 1 ഇൻറ്റു ദെൻ ഞാൻ പറഞ്ഞു മൈനസ് എടുക്കേണ്ട ആവശ്യമില്ല, ഡിസ്റ്റൻസ് ആണെങ്കിൽ പോസിറ്റീവ് ക്വാണ്ടിറ്റി എടുത്താൽ മതി. സോ ഹാഫ് ഇൻറ്റു ദെൻ 1 ഇൻറ്റു 10 നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. ദിസ് ക്യാൻസൽ, ദിസ് ഇസ് ക്യാൻസൽ. അപ്പോൾ ഇവിടെ 20 പ്ലസ് ദെൻ ഹിയർ ഈസ് 5. So you will get 45 meter. So that is the total distance. നമുക്ക് അപ്പോൾ അവറേജ് സ്പീഡ് കണ്ടുപിടിക്കാം. ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 45 മീറ്റർ ആണ്. സോ 45 മീറ്റർ ഡിവൈഡ് ബൈ ടൈം ഇലാപ്സ് എന്ന് പറയുന്നത് 5 സെക്കൻഡ് ആണ്. ദാറ്റ് ഈസ് 5 സെക്കൻഡ്. സോ ദാറ്റ് ഈസ് 9 മീറ്റർ പെർ സെക്കൻഡ്. സോ ദാറ്റ് ഈസ് ദ ആവറേജ് സ്പീഡ്. ആവറേജ് വെലോസിറ്റി കണ്ടുപിടിക്കുമെങ്കിൽ ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിച്ചാൽ മതി. ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് എടുക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ഈ രണ്ട് ഏരിയയും സെയിം തന്നെ ആയിരിക്കും. ഇവിടെ 20 കിട്ടും, രണ്ടാമത്തേന് 20 കിട്ടും. ഈ കേസ് എടുക്കുന്ന സമയത്ത് നമുക്കിവിടെ എന്തെടുക്കണം, ഈ ഭാഗത്ത് മൈനസ് എടുക്കണം. ദാറ്റ് ഈസ് പ്ലസ് ഹാഫ് ഇൻറ്റു 1 ഇൻറ്റു മൈനസ് 10 വരും. അപ്പോൾ ഇവിടെ -5 എന്നാണ് വരിക. അപ്പോൾ 20 + 20 -5 എന്ന് പറഞ്ഞാൽ 35 മീറ്റർ എന്നാണ് വരിക. അപ്പോൾ നമ്മുടെ വെലോസിറ്റി എങ്ങനെ വരും? ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞത് 35 മീറ്റർ ഡിവൈഡഡ് ബൈ 5 സെക്കൻഡ് തന്നെയാണ്. സോ ഇറ്റ് ബിക്കം 7 മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ ഇങ്ങനെ വെലോസിറ്റി ടൈം ഗ്രാഫിൽ നിന്ന് നമുക്ക് ഈ തരത്തിൽ ആവറേജ് വെലോസിറ്റി അതുപോലെ ആവറേജ് സ്പീഡ് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്കതിൻ്റെ ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് ടോട്ടൽ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ ഈ ഗ്രാഫിൻ്റെ ഏരിയ കണ്ടെത്തിയാൽ മതി. അപ്പോൾ നമുക്ക് ഡിസ്റ്റൻസ് ഡിസ്പ്ലേസ്മെൻറ്റ് കിട്ടും. അതിനെ ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ദ റിക്വയർഡ് ക്വാണ്ടിറ്റി. വെലോസിറ്റി ആണെങ്കിൽ വെലോസിറ്റി, സ്പീഡ് ആണെങ്കിൽ സ്പീഡ്. അടുത്തതായിട്ട് നമുക്ക് ഡിഫറെൻറ്റ് സിറ്റുവേഷനിൽ എങ്ങനെ ഗ്രാഫുകൾ വരയ്ക്കാമെന്ന് നോക്കാം. ഡ്രോ ഗ്രാഫ് ഫോർ ഡിഫറെൻറ്റ് സിറ്റുവേഷൻ. ഞാൻ 2-3 സിറ്റുവേഷൻസ് ഇവിടെ പറയാൻ പോവാണ്. ആദ്യത്തെ സിറ്റുവേഷൻ എ ഫ്രീലി ഫോളിംഗ് ബോഡി. ആ ഫ്രീലി ഫോളിംഗ് ബോഡിയുടെ XT ഗ്രാഫും VT ഗ്രാഫും AT ഗ്രാഫും എങ്ങനെ വരയ്ക്കാൻ നോക്കാം. പൊസിഷൻ ടൈം ഗ്രാഫ്, വെലോസിറ്റി ടൈം ഗ്രാഫ് ആൻഡ് ആക്സിലേഷൻ ടൈം ഗ്രാഫ്. നമുക്കറിയാം ഒരു ഫ്രീലി ഫോളിംഗ് ബോഡി എന്ന് പറഞ്ഞാൽ ഏറ്റവും ഹൈറ്റിൽ നിന്ന് അതിൻ്റെ ആ സമയത്തുള്ള അതിൻ്റെ പൊസിഷൻ 0 ആണ്. ദെൻ ബോഡി താഴത്തേക്ക് വരണം. ബോഡി താഴത്തേക്ക് വരുന്ന സമയത്ത് നമ്മൾ താഴത്തേക്കുള്ള ഡയറക്ഷൻ എടുക്കുന്നത് നെഗറ്റീവ് ഡയറക്ഷനാണ് എടുക്കുന്നതെങ്കിൽ, കൺവെൻഷനലി അതാണ് എടുക്കുന്നതെങ്കിൽ നമുക്ക് അതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് എങ്ങനെ കൂടാം. അതായത് ഇനീഷ്യലി അതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് 0 ആണ്, പൊസിഷൻ 0 ആയിരുന്നു. പിന്നെ നെഗറ്റീവ് ഡയറക്ഷനിൽ അതിൻ്റെ പൊസിഷൻ കൂടിയും കൊണ്ട് വരികയാണ്. ദാറ്റ് ഈസ് ഈ തരത്തിലാണ് ഗ്രാഫിൻ്റെ ഷേപ്പ് ഉണ്ടായിരിക്കുക. നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്തൊരു കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ ഇത് പൊസിഷൻ ടൈം ഗ്രാഫ് ആണെങ്കിൽ നമുക്ക് എങ്ങനെ ഇതിൻ്റെ വെലോസിറ്റി ടൈം ഗ്രാഫ് കണ്ടുപിടിക്കാം. പൊസിഷൻ ടൈം ഗ്രാഫ് കിട്ടിക്കഴിഞ്ഞാൽ വെലോസിറ്റി നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയും. ഈ ഗ്രാഫ് ഇത് കർവ്ഡ് നേച്ചറാണ്. ഇതിൻ്റെ സ്ലോപ്പ് ഇനീഷ്യലി ഇതിൻ്റെ സ്ലോപ്പ് ഇവിടെ 0 ആണ്. ഇനി നെഗറ്റീവ് ഡയറക്ഷനിൻ്റെ സ്ലോപ്പ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നെഗറ്റീവ് ഡയറക്ഷനിലാണ് വെലോസിറ്റി കൂടിക്കൊണ്ടിരിക്കുന്നത് പറയുന്നത്. കാരണം പൊസിഷൻ ടൈം ഗ്രാഫിൻ്റെ സ്ലോപ്പാണ് വെലോസിറ്റി. അപ്പോൾ ഇനീഷ്യലി ദ സ്ലോപ്പ് വാസ് 0, ഇനീഷ്യലി ദ വെലോസിറ്റി ഈസ് 0. ദെൻ ദ സ്ലോപ്പ് ഈസ് ഇൻക്രീസിങ് ഇൻ ദി നെഗറ്റീവ് ഡയറക്ഷൻ. ദാറ്റ് ഈസ് വെലോസിറ്റി ഈസ് ഇൻക്രീസിങ് ഇൻ ദി നെഗറ്റീവ് ഡയറക്ഷൻ. ബട്ട് ഇസ് എ കോൺസ്റ്റന്റ് വാല്യൂ. അപ്പോൾ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു സ്ലോപ്പാണ്. ഇതാണ് വെലോസിറ്റി ടൈം ഗ്രാഫ്. ഇനി നമുക്ക് എന്താ വരയ്ക്കേണ്ടത്? AT ഗ്രാഫാണ്. നമുക്കറിയാം വെലോസിറ്റി ടൈം ഗ്രാഫിൻ്റെ സ്ലോപ്പാണ് ആക്സലറേഷനും. പക്ഷെ ഇവിടെ
നെഗറ്റീവ് വെലോസിറ്റി ആയതുകൊണ്ട് നമുക്ക് കിട്ടുന്ന ആക്സലേഷൻ എന്തായിരിക്കും? നെഗറ്റീവ് ആക്സലറേഷൻ ആയിരിക്കും. അപ്പോൾ എ ടി ഗ്രാഫ് വരയ്ക്കുമ്പോൾ ആക്സലേഷൻ്റെ വാല്യൂ നെഗറ്റീവ് വൈ ആക്സിലാണ് വരയ്ക്കേണ്ടത്. നമുക്കറിയാം ഒരു ഫ്രീലി ഫോളിംഗ് ബോഡിയാണെങ്കിൽ അവിടെ ആക്സലേഷൻ എന്ന് പറയുന്നത് ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയാണ്. എർത്താണ് ഈ ബോഡിനെ താഴത്തേക്ക് പിടിച്ച് വലിക്കുന്നത്. അപ്പോൾ അവിടെ ജി എന്നുള്ളതാണ് എടുക്കേണ്ടത്. അപ്പോൾ ആക്സലേഷൻ എന്നുള്ളത് -g എന്നുള്ളതാണ് വരിക. ഇപ്പോൾ വരച്ചത് ഫ്രീലി ഫോളിംഗ് ബോഡിയുടെ എക്സ് ടി ഗ്രാഫും അതിൻ്റെ തന്നെ വി ടി ഗ്രാഫും അതിൻ്റെ തന്നെ എ ടി ഗ്രാഫുമാണ് നമ്മൾ വരച്ചത്. അടുത്ത വേറെ സിറ്റുവേഷൻ നോക്കാം. എ വെർട്ടിക്കലി പ്രൊജക്റ്റഡ് ബോൾ, ഒരു ബോളിനെ മുകളിലേക്ക് പ്രൊജക്റ്റ് ചെയ്യുക, താഴെ അവിടെ പോയിട്ട് തിരിച്ചുകൊണ്ട് വരികയും ചെയ്യും. അത്തരത്തിലുള്ള ഒരു മോഷൻ്റെ സ്പീഡ് ടൈം ഗ്രാഫും വെലോസിറ്റി ടൈം ഗ്രാഫും എങ്ങനെ വരയ്ക്കാൻ നോക്കാം. ഇതാണ് സ്പീഡ് ടൈം, ഇത് വെലോസിറ്റി ടൈം. നമുക്കറിയാം ബോഡി നമ്മൾ ഇനീഷ്യലി ഇവിടുന്ന് പ്രൊജക്ട് ചെയ്യുന്ന സമയത്ത് അതിന് ഓൾറെഡി എന്തുണ്ട്? ഒരു സ്പീഡ് ഉണ്ട് അല്ലേ? സ്പീഡ് ഉണ്ട്. അത് മുകളിലേക്ക് പോകുമ്പോൾ സ്പീഡ് കുറഞ്ഞ് എന്തായും? സ്പീഡ് 0 ആയി മാറും. ദാറ്റ് ഈസ് speed is initially it has a speed, then speed decreases, and at a particular point, that is at the highest point, the speed is 0. Then it comes down. Again the speed is increasing. So the speed is increasing. So that is the speed time graph. ഇനി നമുക്ക് വെലോസിറ്റി ടൈം ഗ്രാഫിലേക്ക് വരാം. വെലോസിറ്റി ടൈം ഇതേപോലെ തന്നെ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഇവിടുന്ന് പോകുന്ന സമയത്ത് എന്തുണ്ട്? ബോഡിക്ക് സംബന്ധിച്ച് എന്ത്? ഒരു വെലോസിറ്റി ഉണ്ട്. ദാറ്റ് ഈസ് ദ ഇനീഷ്യൽ വെലോസിറ്റി. അത് മാക്സിമം വാല്യൂ ആയിരിക്കും. ഇനി മുകളിലേക്ക് പോകുന്നതോറും അതിൻ്റെ വെലോസിറ്റി കുറഞ്ഞ് വരികയാണ്. ദാറ്റ് ഈസ് വെലോസിറ്റി ബിക്കം 0 അറ്റ് ദി ഹയസ്റ്റ് പോയിന്റ്. അപ്പോൾ നമ്മൾ മുകളിലേക്ക് എടുക്കുന്ന ഡയറക്ഷൻ പോസിറ്റീവ് ആയിട്ടിരിക്കുന്നത്. വെലോസിറ്റി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അത് വെക്ടറാണ്. അപ്പോൾ ഡയറക്ഷൻ കൂടി കൺസിഡർ ചെയ്യണം. അപ്പോൾ മുകളിലേക്ക് പോകുന്ന ഡയറക്ഷൻ പോസിറ്റീവ് ആയതുകൊണ്ട് ഈ കേസിൽ വെലോസിറ്റി മാക്സിമം വാല്യൂ സ്റ്റാർട്ടിംഗ് പോയിന്റിലാണ്. ദെൻ വെലോസിറ്റി കുറഞ്ഞ് വന്ന് ഹയസ്റ്റ് പോയിന്റിൽ എത്തുന്ന സമയത്ത് വെലോസിറ്റി 0 ആയി. പിന്നെ തിരിച്ചു വരുന്നതിന് റിവേഴ്സ് ഡയറക്ഷനിലാണ്. അപ്പോൾ നമ്മൾ മുകളിലേക്ക് ഡയറക്ഷൻ പോസിറ്റീവ് എടുത്തു കഴിഞ്ഞാൽ താഴത്തേക്ക് എടുക്കുന്ന ഡയറക്ഷൻ എന്തായിരിക്കും? നെഗറ്റീവ് ഡയറക്ഷനാണ്. അപ്പോൾ ഡയറക്ഷൻ ഇവിടെ മാറി, വെലോസിറ്റി ഡയറക്ഷൻ മാറി. ഇത് പോസിറ്റീവ് വൈ ആക്സ് ആണ്, ഇത് നെഗറ്റീവ് വൈ ആക്സ് ആണ്. ഇനി നെഗറ്റീവ് ഡയറക്ഷൻ വെലോസിറ്റി എന്താ ചെയ്യുന്നത്? വെലോസിറ്റി കൂടുക ചെയ്യുന്നത്. അപ്പോൾ വെലോസിറ്റി ഈസ് ഇൻക്രീസിങ്. വെലോസിറ്റി ഈസ് ഇൻക്രീസിങ്. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ വെലോസിറ്റി ടൈം ഗ്രാഫ് ആൻഡ് ദിസ് ഈസ് ദ സ്പീഡ് ടൈം ഗ്രാഫ് ഫോർ എ വെർട്ടിക്കലി പ്രൊജക്റ്റഡ് ബോൾ. ഇത് ഫ്രീലി ഫോളിംഗ് ബോഡി, ഇത് വെർട്ടിക്കലി പ്രൊജക്റ്റഡ് ബോൾ. ഇനി നമുക്കൊരു സിറ്റുവേഷൻ കൂടി നോക്കാം. എ ബൗൺസിങ് ബോൾ, അതിൻ്റെ എക്സ് ടി ഗ്രാഫും വി ടി ഗ്രാഫും എ ടി ഗ്രാഫുമാണ് നമുക്ക് വരയ്ക്കേണ്ടത്. ഈ ഗ്രാഫുകൾ തന്നെ വരയ്ക്കാൻ നോക്കാം. നമുക്കറിയാം ഒരു ബോൾ ബൗൺസ് ചെയ്യാന്ന് പറഞ്ഞാൽ മുകളിലേക്ക് പോയിട്ട് ഒരു ഗ്രൗണ്ടിൽ വരുന്നു, ദെൻ വീണ്ടും മുകളിലേക്ക് പോകുന്നു, താഴത്തേക്ക്. ഈ തരത്തിലുള്ള ഒരു സിറ്റുവേഷനാണ്. അപ്പോൾ നമുക്കറിയാം മുകളിൽ പ്രൊജക്റ്റ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ പൊസിഷൻ കൂടുകയാണ്. ദെൻ ഒരു ഹയസ്റ്റ് പോയിന്റിൽ എത്തുന്നു. ദെൻ അത് പിന്നെ തിരിച്ച് റിവേഴ്സ് ഡയറക്ഷനിൽ അതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് തരത്തിലാണ്. അപ്പോൾ അത് വീണ്ടും വന്നിട്ട് ഗ്രൗണ്ടിൽ എത്തുകയാണ്. ദെൻ അഗെയിൻ ഇറ്റ് മൂവ്സ് ഫോർവേഡ്, മീൻസ് ഇറ്റ് മൂവ്സ് ടോപ്പ്, മുകളിലേക്ക് വരികയാണ്. അപ്പ് ആൻഡ് ഡൗൺ മോഷൻ ആണെങ്കിൽ മുകളിലേക്ക് തന്നെ വരുന്നു. പക്ഷേ അതിൻ്റെ പൊസിഷൻ അപ്പോൾ കുറച്ചുകൂടി കുറവായിരിക്കും. വീണ്ടും അത് താഴത്തേക്ക് വരുന്നു. അങ്ങനെ മുകളിലേക്കും താഴത്തേക്കും വന്നിട്ട് അവസാനം അതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് കുറഞ്ഞ് ഇല്ലാതെ, അതായത് ആംപ്ലിറ്റ്യൂഡ് അല്ലെങ്കിൽ മാഗ്നിറ്റ്യൂഡ് അതിൻ്റെ കുറയുകയാണ് ചെയ്യുന്നത്. ഇതിപ്പോൾ വേവ്സിൻ്റെ കേസിലൊക്കെ ഈ തരത്തിലൊരു ഡാമ്പിംഗ് ആണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് വിശദമായിട്ടൊക്കെ നമ്മൾ വേവ്സ് എന്ന ലെസണിൽ കൃത്യമായിട്ട് മനസ്സിലാക്കും. ഇപ്പോൾ ഇതാണ് ഇതിൻ്റെ പൊസിഷൻ ടൈം ഗ്രാഫ് ഫോർ എ ബൗൺസിങ് ബോൾ. ഞാൻ നമുക്ക് അതിൻ്റെ വെലോസിറ്റി നോക്കാം. ബോൾ മുകളിലേക്ക് പോകുന്ന സമയത്ത് അതിൻ്റെ വെലോസിറ്റി മാക്സിമം ആണ്. ദെൻ ഹയസ്റ്റ് പോയിന്റിൽ എത്തുമ്പോൾ അതിൻ്റെ വെലോസിറ്റി ബിക്കം 0 ആൻഡ് ഇതിൻ്റെ വെലോസിറ്റി ഈസ് ഇൻക്രീസിങ് ബട്ട് ഇൻ ദ റിവേഴ്സ് ഡയറക്ഷൻ. അപ്പോൾ അത് വീണ്ടും ഗ്രൗണ്ടിൽ എത്തുന്നു, താഴെ എത്തുന്നു. വീണ്ടും മുകളിലേക്ക് വരുന്ന സമയത്ത് അതിൻ്റെ വെലോസിറ്റി മാക്സിമം ആവുന്നു. ദെൻ വെലോസിറ്റി 0 ആവുന്നു. ദെൻ അങ്ങനെ കുറഞ്ഞ് വെലോസിറ്റി ഫൈനലി അത് റെസ്റ്റിലാവുകയാണ് ചെയ്യുന്നത്. ഇത് കേസിൻ്റെ ആക്സലേഷൻ ടൈം ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ നമുക്കറിയാം ബോഡി മുകളിലേക്ക് പോകുന്ന സമയത്തും താഴത്തേക്ക് വരുന്ന സമയത്തും അതിൻ്റെ ആക്സലേഷൻ എന്ന് പറയുന്നത് ഇവിടെ എർത്താണ് എക്സർട്ട് ചെയ്യുന്ന ആക്സലേഷൻ. ഇറ്റ് ഈസ് ഡ്യൂ ടു എർത്ത്, ദാറ്റ് ഈസ് നോൺ ആസ് ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ജി. അപ്പോൾ അത് നമുക്കറിയാം. എന്ത് തന്നെ ആയാലും ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ വാല്യൂ താഴത്തേക്ക് തന്നെ ആക്ട് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ഡയറക്ഷനാണ് എടുക്കുന്നത്. സോ -g ആയിരിക്കും ഇതിൻ്റെ വാല്യൂ. സോ എ ടി ഗ്രാഫ് ഇങ്ങനെ ആയിരിക്കും. അപ്പോൾ അതാണ് ഒരു ബൗൺസിങ് ബോളിൻ്റെ എക്സ് ടി ഗ്രാഫും വി ടി ഗ്രാഫും എ ടി ഗ്രാഫ്. അപ്പോൾ നമ്മളിങ്ങനെ ഡിഫറെൻറ്റ് സിറ്റുവേഷനിലുള്ള എക്സ് ടി വി ടി എ ടി ഗ്രാഫുകൾ മനസ്സിലാക്കുകയും അത് പരിശീലിക്കുകയാണ് വേണ്ടത്. നമ്മൾ നേരത്തെ പറഞ്ഞത് ഒരു പ്രൊജക്റ്റഡ് ബോളിൻ്റെ കേസ് പറഞ്ഞു, ഒരു ഫ്രീലി ഫോളിംഗ് ബോളിൻ്റെ കേസ് പറഞ്ഞു, അതേപോലെ ബൗൺസിങ് ബോൾ. ഇത്തരത്തിലുള്ള എക്സാമ്പിൾ നിങ്ങൾ പ്രാക്ടീസ് കഴിഞ്ഞാൽ നമുക്ക് ഡേ ടു ഡേ ലൈഫിൽ ഇതിൻ്റെയൊക്കെ തന്നെ എക്സ് ടി വി ടി എ ടി ഗ്രാഫുകളൊക്കെ വരയ്ക്കാൻ കഴിയും. അടുത്ത ടോപ്പിക്കാണ് ഏരിയ ഓഫ് ഗ്രാഫ് ആൻഡ് അപ്ലിക്കേഷൻ ഓഫ് ഇൻ്റഗ്രേഷൻ. ഇവിടെ ഒരു തന്നിരിക്കുന്ന ഗ്രാഫ് ശ്രദ്ധിക്കുക. ഒരു വെലോസിറ്റി ടൈം ഗ്രാഫാണ് തന്നിരിക്കുന്നത്. വെലോസിറ്റി ടൈം ഗ്രാഫ്. ഈ യെല്ലോ കളർ കാണിച്ചിരിക്കുന്നതാണ് ഗ്രാഫിൻ്റെ ഷേപ്പ്. ഒരു കേർവ്ഡ് ഷേപ്പാണ്. ഈ വെലോസിറ്റി ടൈം ഗ്രാഫിൽ നിന്ന് നമുക്ക് ഡിസ്പ്ലേസ്മെൻറ്റ് കണ്ടെത്തണം. നമുക്കറിയാം ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് ഏരിയ അണ്ടർ ദി വി ടി ഗ്രാഫാണ്. അപ്പോൾ ഈ മഞ്ഞ
ഗ്രാഫിൻ്റെ ഇടയ്ക്കുള്ള ഈ ഏരിയയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. പക്ഷെ നമുക്ക് ഇതൊരു കേർവ്ഡ് ഷേപ്പ് ആയതുകൊണ്ട് റെക്ടാംഗിളോ ട്രയാംഗിളോ ഒന്നും അല്ലാത്തതുകൊണ്ട് കൃത്യമായിട്ടൊരു ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്തായാലും കഴിയില്ല, ഏരിയയെ കാണാൻ കഴിയില്ല. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഈ ഷെയ്ഡർ റീജിയൻ മൊത്തം എടുത്തിട്ട് അതിനെ കുറേ സ്മോൾ എലമെൻറ്റുകളായിട്ട് കൺസിഡർ ചെയ്യണം. ഞാനിവിടെ കുറേ സ്മോൾ എലമെൻറ്റുകൾ കൺസിഡർ ചെയ്തിരിക്കുന്നു. ഞാനൊരു സ്മോൾ എലമെൻറ്റ് ഇതിലൊന്ന് മാർക്ക് ചെയ്തിരിക്കുന്ന ഒന്നാണ് ഈ കളേർഡായിട്ട് റീജിയൻ. അപ്പോൾ അത്തരത്തിലുള്ള ഓരോ റെക്ടാങ്കിൾസായി നമുക്കതിനെ അസ്യൂം ചെയ്യാൻ പറ്റും, കുറേ റെക്ടാങ്കിൾസുകളായിട്ട്. അപ്പോൾ നമുക്ക് റെക്ടാങ്കിളിൻ്റെ ഏരിയ കണ്ടെത്താൻ കഴിയും. ഓരോ റെക്ടാങ്കിളിൻ്റെയും ഏരിയ കണ്ടെത്താം. എല്ലാ റെക്ടാങ്കിളിൻ്റെ ഏരിയ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ദ ടോട്ടൽ ഏരിയ അണ്ടർ ദിസ് ഗ്രാഫ്. ഓക്കെ അല്ലേ? അപ്പോൾ ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് സ്മോൾ ഡിസ്പ്ലേസ്മെൻ്റ് ആണ് നമ്മൾ കണ്ടെത്തുന്നത്. എങ്ങനെ ഡിസ്പ്ലേസ്മെന്റ് കണ്ടെത്തേണ്ടത്? അതായത് ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് കിട്ടണമെങ്കിൽ ഇതിൻ്റെ അടിയിലുള്ള മൊത്തം ഏരിയ കണ്ടെത്തണം. അപ്പോൾ ഞാൻ ആദ്യം എടുക്കുന്ന ഒരു ചെറിയ എലമെൻ്റ് ആണ്. ഈ ചെറിയൊരു എലമെൻറ്റ്, ഫോർ എക്സാമ്പിൾ അതിനെ ഞാൻ ഒന്നുകൂടി വലുതാക്കി വരച്ചിരിക്കുകയാണ്. ഇതാണ് ഒരു ചെറിയ എലമെൻറ്റ്. ഈ എലമെൻറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് T1 മുതൽ T2 വരെ ടൈം ഇൻ്റർവെല്ലാണ് ടോട്ടൽ ടൈം ഇൻ്റർവെൽ. പക്ഷെ നമുക്ക് ഈ ഒരു ഭാഗത്തുള്ള ടൈം എന്ന് പറഞ്ഞാൽ അപ്പോൾ എന്തെടുത്താൽ മതി? DT, സ്മോൾ ടൈം DT. ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ അപ്രോക്സിമേറ്റ്ലി ഇത് യൂണിഫോം ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ V തന്നെയാണ്. V വെലോസിറ്റിയാണ് y ആക്സിൽ. അപ്പോൾ V ഇൻറ്റു DT ആയിരിക്കും ഈ റെക്ടാങ്കിളിൻ്റെ ഏരിയ. ദാറ്റ് ഈസ് സ്മോൾ ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് ഈക്വൽ ടു ഏരിയ ഓഫ് സ്മോൾ എലമെൻറ്റ്, ദാറ്റ് ഈസ് ലെങ്ത് ഇൻറ്റു ബ്രെഡ്, ദാറ്റ് ഈസ് V ഇൻറ്റു DT. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഈ ചെറിയ എലമെൻറ്റിൻ്റെ ഏരിയ കിട്ടി. നമുക്ക് എന്താ വേണ്ടത്? ടോട്ടൽ ഏരിയ അണ്ടർ ദിസ് ഗ്രാഫ്. T1 മുതൽ T2 വരെയുള്ള ഏരിയ നമുക്ക് മൊത്തമായിട്ട് കിട്ടണം. സോ ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് ഫ്രം T1 ടു T2 ഈസ് ഈക്വൽ ടു യു ഹവ് ടു സം അപ്പ്. അപ്പോൾ മാത്സിൻ്റെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ യു ഹവ് ടു ഇൻ്റഗ്രേറ്റ് ഓൾ ദീസ് ഏരിയാസ്. അപ്പോൾ എല്ലാ ഏരിയയും കൂടി നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുക. ഇൻ്റഗ്രേറ്റിനുള്ള സിമ്പിളാണ്, ദിസ് ഇസ് സിമ്പിൾ ഇൻ്റഗ്രൽ. ഏത് മുതൽ ഏത് വരെ? T1 മുതൽ T2 വരെ എന്ന് പറഞ്ഞാൽ ഈ ടൈം ഇൻ്റർവെൽ മുതൽ ഈ ടൈം ഇൻ്റർവെൽ വരെ നമ്മൾ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. ആരെയാണ് ആഡ് ചെയ്യേണ്ടത്? VDTകളെ. അപ്പോൾ കുറേ VDTകൾ കാണും. ഇവിടെ ഒരു VDT, ഇവിടെ ഒരു VDT, അങ്ങനെ യു സം അപ്പ് ഓൾ ദീസ് VDTs. അപ്പോൾ അത് മാത്സിൻ്റെ ഭാഷയിൽ പറയുന്നത് യു ആർ ഇൻ്റഗ്രേറ്റിംഗ് ഫ്രം ദ ഇൻ്റർവെൽ ഫ്രം ദ ടൈം T1 ടു T2, ദാറ്റ് ഈസ് VDT. ഇപ്പോൾ കിട്ടിയത് നമുക്ക് എന്താണ്? ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. ഡിസ്പ്ലേസ്മെൻറ്റ്. ഓക്കെ. ഇനി ഞാൻ വേറൊരു ഗ്രാഫ് വരച്ചിരിക്കുകയാണ്. ഇത് AT ഗ്രാഫാണ്. നമുക്ക് VT ഗ്രാഫ് പോലെ AT ഗ്രാഫ് വരയ്ക്കാം. AT ഗ്രാഫിൻ്റെ ഷേപ്പ് ഈ തരത്തിലാണ്. ഇത് നമുക്കറിയാവുന്ന കാര്യമാണ്. ഏരിയ അണ്ടർ ദി AT ഗ്രാഫിൽ നമുക്ക് കിട്ടുന്ന എന്തായിരിക്കും? വെലോസിറ്റി ആയിരിക്കും. സോ വെലോസിറ്റി V ഈസ് ഈക്വൽ ടു നേരത്തെ പോലെ തന്നെ ഇവിടെ രണ്ട് ടൈം ഇൻ്റർവെൽ എടുക്കുക. T1 മുതൽ ദിസ് ഇസ് T1, ദിസ് ഇസ് T2. സോ ഇൻ്റഗ്രൽ T1 ടു T2 A ഇൻറ്റു DT, ദാറ്റ് വിൽ ഗിവ് യു ദ വെലോസിറ്റി. അപ്പോൾ അങ്ങനെ നമുക്ക് ഇൻ്റഗ്രേഷൻ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ടും ഈ തരത്തിലുള്ള വെലോസിറ്റി, അതുപോലെ നമുക്ക് വെലോസിറ്റി ടൈം ഗ്രാഫിൽ നിന്ന് ഡിസ്പ്ലേസ്മെൻറ്റ്, അതുപോലെ ആക്സലേഷൻ ടൈം ഗ്രാഫിൽ നിന്ന് വെലോസിറ്റി ഒക്കെ കണ്ടെത്താൻ കഴിയും. ഈ തരത്തിലുള്ള മോഷൻ എന്ന് പറയുന്നത് നോൺ യൂണിഫോം ആക്സലേഷൻ ആണ്. ഇവിടെ നിന്ന് വെലോസിറ്റി എന്ന് നോക്കൂ. ഇവിടുത്തെ വെലോസിറ്റി ഈ ഒരു കേസിൽ കൂടുകയാണ്, പിന്നെ ഒരു ഗ്രാജുവലായിട്ട് കുറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ശരിക്കും അതിനോട് വെലോസിറ്റി എന്ന് സംബന്ധിച്ച് യൂണിഫോം അല്ല. വെലോസിറ്റി ഈസ് നോട്ട് സ്റ്റഡി. അപ്പോൾ അത് നോൺ യൂണിഫോം ആക്സലേഷൻ ആണ്. നോൺ യൂണിഫോം ആക്സലറേഷൻ, യൂണിഫോം ആക്സലേഷൻ അല്ല, നോൺ. അത്തരം കേസിലാണ് നമ്മൾ ഇൻ്റഗ്രേഷൻ ഉപയോഗപ്പെടുത്തുന്നത്. നമ്മൾ ഇതുവരെ പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെ ഒരു ഫ്ലോ ചാർട്ട് വഴി നമുക്കൊന്ന് കണക്ട് ചെയ്യാം. നമുക്ക് എളുപ്പത്തിൽ ഓർക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ 3 ബോക്സിൽ കൊടുത്തിട്ടുണ്ട്: ഡിസ്പ്ലേസ്മെൻറ്റും വെലോസിറ്റി, ആക്സലേഷൻ. ഇവർ തമ്മിലുള്ള കണക്ഷൻ എങ്ങനെയാണെന്നുള്ളത് ഒന്ന് നമുക്ക് ഓർക്കാൻ വേണ്ടി ഈ തരത്തിൽ നിന്ന് ചിന്തിക്കാം. അതായത് ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ പൊസിഷനാണ്. dx/dt, അതായത് ചേഞ്ച് ഇൻ പൊസിഷൻ ഡിവൈഡഡ് ബൈ ടൈം. dx/dt കഴിഞ്ഞാൽ എക്സ് ആണ് നമ്മുടെ ചേഞ്ച് ഇൻ പൊസിഷൻ എങ്കിൽ dx പറഞ്ഞാൽ ചേഞ്ച് ഇൻ പൊസിഷൻ ആണ്, ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഡിസ്പ്ലേസ്മെന്റ് ടൈം dt എന്ന് പറഞ്ഞാൽ സ്മോൾ ഇന്റർവൽ ഓഫ് ടൈം. അപ്പോൾ നമുക്ക് കിട്ടുന്ന എന്താണ്? വെലോസിറ്റി ആണ്, അല്ലേ? ഇതേപോലെ ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം, അതായത് dv/dt എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന എന്താണ്? ആക്സിലറേഷൻ ആണ്. അപ്പോൾ ഇവിടെ ഇതിനാണ് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യാന്ന് പറയുന്നത്. അതായത് ഡിസ്പ്ലേസ്മെന്റ് ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? വെലോസിറ്റി കിട്ടും. വെലോസിറ്റിനെ വിത്ത് റെസ്പെക്ട് ടു ടൈം ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആക്സിലറേഷൻ കിട്ടും. ഇനി തിരിച്ച് ആക്സിലറേഷൻ നമുക്ക് വെലോസിറ്റി കിട്ടണമെങ്കിൽ ഇപ്പോൾ നമ്മൾ നേരത്തെ കണ്ട ഗ്രാഫ് അത് ഇൻ്റഗ്രേറ്റ് ചെയ്യുക. അതായത് A ഇൻറ്റു DT, ഇപ്പോൾ നമ്മൾ നേരത്തെ കണ്ടതാണ്. A ഇൻറ്റു DT ആ ടൈം ഇൻ്റർവൽ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത്, ടൈം ഇൻ്റർവൽ തന്നു കഴിഞ്ഞാൽ ADT ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് വെലോസിറ്റിയാണ്. ഇതേപോലെ വെലോസിറ്റി വിത്ത് റെസ്പെക്ട് ടു ടൈം ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ഡിസ്പ്ലേസ്മെൻ്റ് ആയിരിക്കും. അപ്പോൾ ഈ തരത്തിലുള്ള ഒരു ഫ്ലോ ചാർട്ട് നമ്മൾ ഈ കാര്യങ്ങളെല്ലാം തന്നെ ഓർക്കാൻ എളുപ്പമായിരിക്കും. ഡിസ്പ്ലേസ്മെൻറ്റിനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വെലോസിറ്റി കിട്ടും. വെലോസിറ്റിനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആക്സലറേഷൻ കിട്ടും. ആക്സലറേഷനെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വെലോസിറ്റി കിട്ടും. വെലോസിറ്റിനെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡിസ്പ്ലേസ്മെൻറ്റ് കിട്ടും. ഓക്കെ, നമുക്ക് പ്രോബ്ലം കൂടി നോക്കാം. ദ വെലോസിറ്റി ഓഫ് ആൻ ഒബ്ജക്റ്റ് ഈസ് ചേഞ്ചിങ് വിത്ത് ടൈം
and relation is given by v is equal to 2t plus 3t square. The time ആണ്. Calculate the position of object from origin to t is equal to 2 second. Assume the particle to be at origin at t is equal to 0 second. അപ്പോൾ ടൈം ഇൻ്റർവൽ എന്ന് പറയുന്നത് t is equal to 0 to t is equal to 2 സെക്കൻഡ് ആണ്. വെലോസിറ്റി തന്നിട്ട് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് പൊസിഷനാണ്, ഡിസ്പ്ലേസ്മെൻ്റ് ആണ് കാണേണ്ടത്. അപ്പോൾ നമുക്കറിയാം ഡിസ്പ്ലേസ്മെൻറ്റ് കിട്ടണമെങ്കിൽ വി ഡി ടി കണ്ടാൽ മതി അല്ലെ, വി ഡി ടി കണ്ടാൽ മതി. എക്സ് ഈസ് ഈക്വൽ ടു വി ഡി ടി, ഏത് മുതൽ ഏത് വരെ, 0 മുതൽ 2 വരെ, വി ഡി ടി. വി ഇസ് ഗിവൺ ആസ് 2t plus 3t square. So integral 0 to 2 2t plus 3t square dt. ഓക്കെ, ഞാൻ ഇതിനെ ഈ ബ്രാക്കറ്റ് മാറ്റി എഴുതി 0 to 2. ഈ ഇൻ്റഗ്രൽ ശരിക്കും പറഞ്ഞാൽ രണ്ട് പേർക്കുള്ള ഇൻ്റഗ്രൽ സൈൻ ആണ്. അപ്പോൾ അത് വെവ്വേറാക്കി എഴുതി 0 to 2 2t, ഈ ഡി ടി കോമൺ ആണ്, അപ്പോൾ 2t dt പ്ലസ് അടുത്ത ആൾക്കും ഇതേപോലെ എഴുതി 0 to 2 3t square dt 0 to 2. ഇനി നമുക്കിതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു, ഇവിടെ കോൺസ്റ്റൻറ്റ് 2 ആണ്. 2 ഇസ് കോൺസ്റ്റൻറ്റ്. കോൺസ്റ്റൻറ്റിനെ നമ്മളൊന്നും ഡിഫറൻഷ്യേറ്റ് ചെയ്യേണ്ട. ടി എന്ന് പറഞ്ഞ വേരിയബിൾ ആണ്, വേരിയബിളിനാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ 2 എന്നുള്ളത് കോൺസ്റ്റൻറ്റ് ആയതുകൊണ്ട് പുറത്തേക്ക് എടുത്തു. 0 to 2 t dt. അതുപോലെ ഇവിടെ 3 കോൺസ്റ്റൻ്റ് ആണ്, 3 പുറത്തേക്ക് എടുക്കുക. 0 to 2 t സ്ക്വയർ dt. ഇനി എങ്ങനെയാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യുക? ഇൻ്റഗ്രേറ്റ് ചെയ്യാനുള്ള ഒരു ഇക്വേഷൻ ഫോർമുലയാണ് ഇൻ്റഗ്രൽ ടി റൈസ് ടു എൻ ഡി ടി ഇസ് ഈക്വൽ ടു, അതായത് ടി എന്ന് പറഞ്ഞ വേരിയബിൾ ആണ്, എൻ എന്ന് പറഞ്ഞാൽ പവർ ആണ്. സോ ടി റൈസ് ടു എൻ ഡി ടി ഇസ് ഈക്വൽ ടു ടി റൈസ് ടു എൻ പ്ലസ് 1 ബൈ എൻ പ്ലസ് 1. അപ്പോൾ നിങ്ങൾ ഇത്രയും മനസ്സിലാക്കിയാൽ മതി, വിശദമായിട്ട് മാത്സ് ക്ലാസ്സിൽ ക്ലിയർ ആവും. സോ ടി റൈസ് ടു എൻ പ്ലസ് 1 ബൈ എൻ പ്ലസ് 1 ആണ് ടി റൈസ് ടു എൻ ഡി ടി. നമുക്ക് അതുപോലെ ഇവിടെ അപ്ലൈ ചെയ്യാം. ദാറ്റ് ഈസ് 2. ടി എന്ന് പറഞ്ഞാൽ ടി റൈസ് ടു 1 ആണ്, പവർ 1 ആണ്. അപ്പോൾ ടി റൈസ് ടു എന്ത് വരും, n 1 ആകുമ്പോൾ 1 പ്ലസ് 1 ദാറ്റ് ഈസ് 2 ഡിവൈഡഡ് ബൈ 1 പ്ലസ് 1, എന്ന് പറഞ്ഞാൽ 1 ആണ് 2. അപ്പോൾ നമ്മൾ ഇൻ്റഗ്രേഷൻ നടത്തി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ലിമിറ്റ്സ് ഇവിടെ കൊടുക്കണം. ലിമിറ്റ്സ് ഏത് മുതൽ ഏത് വരെ, 0 മുതൽ 2 വരെ. ഒന്നുകൂടി പറയാം, 2 അതേപോലെ എഴുതി. ടി എന്ന് പറഞ്ഞാൽ ടി റൈസ് ടു 1 ആണ്. അപ്പോൾ ടി റൈസ് ടു എന്നിന് പകരം ഇവിടെ 1 കൊടുത്തു. അതായത് ഇൻ്റഗ്രൽ ടി സ്ക്വയർ ഡി ടി എന്ന് പറഞ്ഞാൽ അർത്ഥം ടി റൈസ് ടു 1 പ്ലസ് 1 ബൈ 1 പ്ലസ് 1 ആണ്. അപ്പോൾ ടി റൈസ് ടു 2 ബൈ 2 അതാണ് ഇവിടെ ടി റൈസ് ടു 2 ബൈ 2, ഏത് മുതൽ ഏത് വരെ, 0 മുതൽ 2 വരെ, പ്ലസ് 3 ഇൻറ്റു ഇതേപോലെ ടി റൈസ് ഇവിടെ n 2 ആണ്. അപ്പോൾ എന്ത് വരും, 2 പ്ലസ് 1, അപ്പോൾ 3 ഡിവൈഡഡ് ബൈ 3 0 to 3. ഓക്കെ ആണല്ലോ. ദാറ്റ് ഈസ് ഇവിടെ നമുക്ക് ഈ 2 എന്നുള്ള കോൺസ്റ്റന്റിൽ ഒഴിവാക്കാം. 2 അതുപോലെ ഇവിടെയും നോക്കൂ, 3 ഒഴിവാക്കി. ടി സ്ക്വയർ 0 to 2 പ്ലസ് ടി ക്യൂബ് 0 to 2. നമ്മൾ ടിക്ക് 2 എന്നുള്ള കൊടുക്കുക. ടി ഇസ് ദ വേരിയബിൾ, അതിന് 2 എന്ന് കൊടുത്തു. 2 സ്ക്വയർ മൈനസ് പിന്നെ ടിക്ക് കൊടുക്കേണ്ടത് 0 ആണ്. അപ്പോൾ 0 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 0. അപ്പോൾ ആ ഭാഗം കഴിഞ്ഞു, ലിമിറ്റ് കൊടുത്തു. പ്ലസ് ഇതേപോലെ ഇവിടെയും ടിക്ക് എന്ത് കൊടുത്തു, 2 ക്യൂബ് മൈനസ് 0. അതായത് ഇതിനെ നമ്മൾ അപ്പർ ലിമിറ്റ് എന്നാണ് പറയുന്നതാണ് ലോവർ ലിമിറ്റ്. അപ്പോൾ ആദ്യം കൊടുക്കേണ്ടത് അപ്പർ ലിമിറ്റ് ആണ് വേരിയബിളിന് കൊടുക്കേണ്ടത്, പിന്നെ ലോവർ ലിമിറ്റ് കൊടുക്കുക, മൈനസ് ചെയ്യുക. അപ്പോൾ എന്ത് കിട്ടും, 2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4 മൈനസ് 0, അപ്പോൾ 4 തന്നെ, പ്ലസ് ഇതേപോലെ 2 ക്യൂബ് എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും, 8 മൈനസ് 0 ദാറ്റ് ഈസ് 12 മീറ്റർ. അപ്പോൾ ഇതാണ് ആ 0 to 2 സെക്കൻഡ് വരെയുള്ള ആ ഇൻ്റർവെല്ലിലുള്ള ഡിസ്പ്ലേസ്മെൻറ്റ് അല്ലെങ്കിൽ അതിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത് 12 മീറ്റർ ആയിരിക്കും. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഡിഫറൻറ്റ് ഗ്രാഫിനെ ബേസ് ചെയ്ത ക്വസ്റ്റ്യൻസ് ആണ്. ഏരിയ ഓഫ് ദ ഗ്രാഫ്, അതുപോലെ സ്ലോപ്പ് ഓഫ് ദ ഗ്രാഫ്, പിന്നെ ഇൻ്റഗ്രേഷൻ മെത്തേഡ് വഴി എങ്ങനെയാണെന്ന് ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ വിശദമായിട്ട് ഡിസ്കസ് ചെയ്തു. നമ്മുടെ NCERT ടെക്സ്റ്റ് ബുക്കിൽ വരുന്ന ഫുൾ കോൺസെപ്റ്റുകളാണ് ഈ അടിസ്ഥാനത്തിൽ നമ്മൾ ചെയ്തത്. അടുത്ത ക്ലാസ്സിൽ നമ്മൾ കൈനമാറ്റിക് ഇക്വേഷൻസ് ഓഫ് മോഷനെ കുറിച്ച് വിശദമായിട്ട് 2 തരത്തിൽ എങ്ങനെ കൈനമാറ്റിക് ഇക്വേഷൻസ്, നിങ്ങൾ ലോവർ ക്ലാസ്സിൽ പഠിച്ച ഇക്വേഷൻസ് ആണ്, പറഞ്ഞാൽ ഓർമ്മ കാണും. v = u + at, s = ut + half at square, v ² = u² + 2as. ഈ ഇക്വേഷൻസ് ഒക്കെ എങ്ങനെ ഗ്രാഫിക്കലി എങ്ങനെ ഡിറൈവ് ചെയ്യാമെന്നും അതുപോലെ കാൽക്കുലസ് മെത്തേഡ് വെച്ചിട്ടും എങ്ങനെ ഡിറൈവ് ചെയ്യാമെന്നുള്ളതാണ് അടുത്ത ക്ലാസ്സിൽ പഠിക്കാനുള്ളത്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. ഓക്കെ, വിഷ് യു ആൾ ദ ബെസ്റ്റ്. താങ്ക് യു.